ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അതിലെ 8ാമത്തെ എപ്പിസോഡാണ്. സോ ബാക്കിയുള്ള എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിന് ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരിക. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നേക്കാം. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തന്നെ കാണിക്കുന്നത് മൂസാനാണെങ്കിൽ മാസ്റ്റർ ഉപയോഗിക്കാൻ എടുത്തോട്ട് വരുന്നതാണ്. മൂസാൻ, നീ ഇവിടെ എത്തിയല്ലേ? നിങ്ങളെ കാണാൻ വളരെയധികം മോശം അവസ്ഥയിലാണല്ലോ ഉപയോഗിക്ക്. കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ കുടുംബത്തെയും ഈ ഡീമൺ സ്ലെയർ ക്രോപ്പിനെയും നീ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ നീ അവസാനം ഞങ്ങളെ തേടി വന്നിരിക്കുന്നു. മൂസാൻ കിബിക്സുചി അമായോ, അവനെ കാണാൻ എങ്ങനെ കണ്ടാൽ ഒരു 20-30 വയസ്സ് തോന്നിക്കും. അവൻ്റെ കണ്ണിലെ കൃഷ്ണമണികൾ നീണ്ടാണിരിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ വളരെയധികം ഡീപ്പായിട്ടാണുള്ളത്. അങ്ങനെയാണോ? എനിക്കറിയായിരുന്നു മൂസാൻ നീ എന്നെ തേടി വരുമെന്ന്. കാരണം നിനക്ക് ഉപയോഗിക്ക് കുടുംബത്തോടും അതുപോലെ തന്നെ എന്നോടും നല്ല രീതിയിൽ വെറുപ്പുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വളരെയധികം നിരാശനാണ് ഉപയോഗിക്ക്. ഞാനും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഉപയോഗിക്ക് കുടുംബത്തിന്റെ തലവൻ എഴുന്നേക്കാൻ പോലും വയ്യാതെ സ്വന്തം മരണം കാത്തി കിടക്കുന്നു. വളരെയധികം മോശം. ഇത് കേട്ടതുകൊണ്ട് തന്നെ നമ്മുടെ മാസ്റ്റർ ഉപയോഗിക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നീ പറഞ്ഞത് ശരിയാണ് മൂസാൻ. എന്നോട് ഒരു ഡോക്ടർ നാളെ തന്നെ മരിക്കുമെന്ന് 1.5 വർഷം മുമ്പ് പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു. നിന്നെ കൊല്ലണമെന്നുള്ള ഒരൊറ്റ വിചാരത്തോടു കൂടെയാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. മൂസാൻ, ആ സ്വപ്നത്തിന് ഇന്ന് രാത്രി കൂടെയുള്ള സമയം ഉപയോഗിക്കേ. മൂസാൻ, ഞാനിപ്പോ പറയാമെന്ന കാര്യം നിനക്ക് ചിലപ്പോ അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാം. മൂസാൻ, നീയും ഞാനും ഒരു ചോരയാണ്. പക്ഷെ നീ 1000 വർഷം മുമ്പാണ് ജനിച്ചത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. എന്താണ് പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മൂസാൻ എനിക്ക് ബിക്സുജി പറയും. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ പോലുള്ള ഒരു മോൺസ്റ്ററിനെ ഉപയോഗിക്ക് കുടുംബം ജന്മം നൽകി. അതിനുശേഷം എല്ലാവരും ഉപയോഗിക്ക് കുടുംബത്തിനെ ശാപിച്ചു. അതിനുശേഷം ഉണ്ടാവുന്ന എല്ലാ കുട്ടികളും പെട്ടെന്ന് മരിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു അതിനൊരു പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബം ഒരു മന്ത്രവാദിയെ പോയി കണ്ടു. നിങ്ങളൊരു മോൺസ്റ്ററിനെ നിങ്ങളുടെ കുടുംബത്തിൽ ജന്മം നൽകി. അത് കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. നിങ്ങൾ മന്ത്രവാദി കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി, ഈ പ്രശ്നം മാറിക്കൊള്ളും. അതിനുശേഷം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാരും മന്ത്രവാദി കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാൻ തുടങ്ങി. എന്നാൽ പോലും ഞങ്ങളുടെ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മരിക്കുന്നത് നിന്നു. എന്നാൽ പോലും 30 വയസ്സിന് മുകളിൽ ഒരു കുട്ടി പോലും ഇതുവരെ ജീവിച്ചിട്ടില്ല. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ അസുഖം നിങ്ങളുടെ തലയിൽ കയറി പിടിച്ചോ? 1000 വർഷമായിട്ട് ആയിരക്കണക്കിന് ആൾക്കാരെയും മേളിലുള്ള ആൾക്കാരെ ഞാൻ കൊന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ ഒരു ദൈവത്തിനെ കണ്ടിട്ടില്ല. ഒരു ദൈവം പോലും എന്നെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നത്? ഓ, അങ്ങനെയാണോ നീ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് മൂസാൻ? കഴിഞ്ഞ 1000 വർഷമായിട്ട് നീ ഇങ്ങനത്തെ തരത്തിലുള്ള സ്വപ്നമാണ് കാണുന്നത് മൂസാൻ. ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ എന്തോ നടക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഡീമൺ സ്ലെയർ ക്രോപ്പ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ക്രോപ്പ് എന്റെ മുന്നിലുണ്ട്. പക്ഷെ ഇവിടെ എന്തോ വലിയത് സംഭവിക്കാൻ പോകുന്നു, ഞാൻ അറിയാതെ. പെട്ടെന്നായിരുന്നു മൂസാൻ ഉപയോഗിച്ചിട്ട് 2 കുട്ടികൾ പന്ത് തട്ടി കളിക്കുന്നത് മൂസാൻ കാണുന്നത്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇത്രയും സമാധാനം? ഈ ഇത്രയും വലിയ വീട്ടിൽ ഇവർ 2 പേര് മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇവിടെ ഒരു ഗാർഡ് പോലും ഇല്ലല്ലോ എന്ന് നമ്മുടെ മൂസാൻ കിബിക്സുജി ചിന്തിക്കുന്നു. നീ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ മൂസാൻ? നീ ഒരിക്കലും മരിക്കത്തില്ലെന്നാണ് ചിന്തിക്കുന്നത് എന്ന് ഉപയോഗിക്ക് പറയുന്നു. ഇത് കേട്ട് മൂസാൻ പറയുകയാണ്, എനിക്ക് നെസ്കോനെ കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ആർക്കും കൊല്ലാനും സാധിക്കത്തില്ല. ഞാൻ ഒരിക്കലും മരിക്കാനും പോകുന്നില്ല. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ഉപയോഗിക്ക് പറയുകയാണ്, അതൊരിക്കലും നടക്കാത്ത ആഗ്രഹമാണ്. നെസ്കോനെ എന്റെ അടുത്തൊന്ന് ഒളിപ്പിച്ചു വെക്കാന്നുള്ള കോൺഫിഡൻസിലാണോ നീ പറയുന്നത്? അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്ക് ഞാൻ നിന്റെ കൂട്ടല്ല, എനിക്ക് ഈ ലോകത്തിലെ എല്ലാ സമയവും ഉണ്ട് എന്ന് മൂസാൻ കിബിക്സുജി പറയുന്നു. അങ്ങനെയല്ല മൂസാൻ, നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത് തെറ്റാണ്. ഈ ലോകത്ത് നിലനിൽക്കുന്നത് മനുഷ്യരുടെ വികാരം മാത്രമാണ്. നിന്റെ വൃത്തികെട്ട സംസാരം എനിക്കിനി കേൾക്കാൻ വയ്യ എന്ന് മൂസാൻ പറയുന്നു. 1000 വർഷമാകുന്നു, എന്നിട്ട് ഇതുവരെ ഡീമൺ സ്ലെയർ ക്രോപ്പ് അവസാനിച്ചിട്ടില്ല. ആയിരക്കണക്കിന് നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. എന്നിട്ട് ഇതുവരെ ഡീമൺ സ്ലെയർ ക്രോപ്പ് അവസാനിച്ചിട്ടില്ല. അതിന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളെപ്പോലെ വൃത്തികെടുന്ന് വിളിക്കുന്നവരുടെ നിലപാടൊന്നും ഒരിക്കലും നല്ലതല്ല. ഈ 1000 വർഷത്തിൽ നീ കാരണം പ്രിയപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും നിന്നോട് ക്ഷമിക്കത്തില്ല മൂസാൻ. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കടുവയുടെ വാലിൽ നിങ്ങൾ ചവിട്ടി വെറുതെ നടന്നിരുന്ന ഡ്രാഗനെ നിങ്ങൾ വീണ്ടും ശല്യം ചെയ്തു. ഇപ്പോഴും നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് മൂസാൻ. എനിക്കൊരിക്കലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല മൂസാൻ കിബിക്സുജി. നീ ഇപ്പൊ എന്നെ കൊന്നാലും
ശ്രമിച്ചാലും ഒരിക്കലും ഡീമൺ സ്ലേയർ ക്രോപ്പ് അവസാനിക്കത്തില്ല. എന്റെ ആവശ്യം ഇവിടെയില്ല. ആളുകളുടെ വികാരങ്ങളൊന്നും നിനക്ക് മനസ്സിലാകില്ല മൂസാൻ, കാരണം നീ ഒരു ഡീമനാണ്. നിന്റെ കൂടെയുള്ളതും ഡീമൻസ് ആണ്. നീ നശിച്ചാൽ ബാക്കിയുള്ള ഡീമൻസും നശിക്കും, അല്ലേ മൂസാൻ എന്ന് ഉപയോഗിച്ച് ചോദിക്കുന്നു. ദേഷ്യം വന്ന മൂസാൻ മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നു. ആ ശരി, ഇത്ര നേരം നീ എനിക്ക് സമയം തന്നതിന് വളരെയധികം നന്ദി. എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാനത്ര പ്രധാനിയല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്നാലും ഡീമൺ സ്ലേയർ ക്രോപ്പിലുള്ള ആൾക്കാർ എന്നെ ബഹുമാനിക്കാൻ ഞാൻ ഭാഗ്യവാനാണ്. പ്രത്യേകിച്ച് എന്റെ ഹാസ്രാസിനും എന്റെ മരണം മുമ്പിലത്തെക്കാട്ട് അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കും എന്ന് ഉപയോഗിച്ച് പറയുന്നു. കഴിഞ്ഞു നിന്റെ സംസാരം എന്ന് പറഞ്ഞ് മൂസാൻ കയ്യിൽ നിന്ന് നഖം വെളിയിലേക്ക് ഇറക്കുന്നു. ഇത്ര നേരം നീ കേട്ടിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മൂസാൻ. വളരെയധികം നന്ദിയുണ്ട് മൂസാൻ എന്ന് ഉപയോഗിച്ച് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മൂസാൻ ഒരുപാടധികം ദേഷ്യം എല്ലാ ഹാഷ്റാസിനോടും ചെന്ന് ആ കാക്ക മാസ്റ്റർ അപകടത്തിലാണെന്ന് പറയുന്നു. കേട്ടുകൊണ്ടേ തന്നെ എല്ലാ ഹാഷ്റാസും മാസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തോട്ട് ഓടി വരുന്നു. എല്ലാ ഹാഷ്റാസും വളരെയധികം വേഗത്തിൽ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് മാസ്റ്റർ അടുത്തോട്ട് ഓടി വരുന്നു. നമ്മുടെ ഗിയുവിന്റെ കൂടാണ് നമ്മുടെ താൻസ്രോയും വരുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. മാസ്റ്ററിന് കാവലായിട്ട് വെക്കാൻ വേണ്ടി 2 ഹാസ്രാസിനെ എങ്ങനെ നിയമിക്കണമെന്ന് സെനമി സ്റ്റോൺ ഹാസ്റ്ററോട് ചോദിക്കുന്നു. അതൊരിക്കലും നടക്കത്തില്ല. ഞാനിവിടെ വന്ന കാലം മുതൽ മാസ്റ്ററോട് ചോദിക്കുകയാണ്. ഹാസ്രാസ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഒരിക്കലും എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിർത്തണ്ട എന്നാണ് മാസ്റ്റർ പറയുന്നത്. ഫാമിലിയിലെ മാസ്റ്റേഴ്സിനൊന്നും ഇതുവരെ ഹാസ്രാസ് കാവൽക്കാരായിട്ട് നിന്നിട്ടില്ല എന്ന് നമ്മുടെ ഷിനു പറയുന്നു. എല്ലാ ഹാസ്രാസും വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് മാസ്റ്റർ 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് വരാറായിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടെ ഉള്ളൂ, മാസ്റ്റർ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക, ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ അത് ചെയ്തിരിക്കും എന്ന് സെനമി പറയുന്നു. പെട്ടെന്നായിരുന്നു ആ കാര്യം അവിടെ സംഭവിക്കുന്നത്. മാസ്റ്റർ ഉപയോഗിക്കും സ്വന്തം കുടുംബവും അതുപോലെ തന്നെ മൂസാനിൽ നിന്ന് സ്ഥലം മുഴുവനും കത്തി നശിക്കുന്നു. അവിടെ എല്ലാവരും കത്തി പൊട്ടിത്തെറിച്ച് നശിച്ചു പോവുകയാണ്. മാസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി വരുന്ന ഹാസ്രാസ് കാണുന്നത് ആ മാൻഷൻ പൊട്ടിത്തെറിക്കുന്നതാണ്. നമ്മുടെ താൻസ്രോയ്ക്കാണെങ്കിൽ കത്തുന്ന മാംസത്തിന്റെ സ്മെല്ല് കിട്ടുന്നു. ഇതേ സമയത്തായിരുന്നു ആ തീയിൽ നിന്ന് ഒരു ശരീരം തെറിച്ചു വരുന്നത്. അത് വേറെ ആരുമല്ല, അത് മൂസാൻ കിബിക്സുജി ആയിരുന്നു. തന്റെ ശരീരത്തിലെ പകുതി മാംസവും മൊത്തം കത്തി നശിച്ചു നിൽക്കുന്നു. എന്നാൽ പെതുക്കെ പെതുക്കെ അവന്റെ ശരീരം റീജനറേറ്റ് ആകുന്നു. ശാന്തത, അവന്റെ ആ നിശബ്ദമായിട്ടുള്ള ചിരി, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് സ്വന്തം ശരീരവും സ്വന്തം കുടുംബത്തെയും സ്വന്തം മക്കളെ എല്ലാരെയും ഒന്നിച്ചു വെച്ച് പൊട്ടിത്തെറിപ്പിച്ചു. അയാളെ ഞാൻ നിസ്സാരക്കാരനായിട്ട് കണ്ടു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അവൻ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. ഞാൻ ഇതിൽ പണി മേടിക്കുമെന്ന്, പക്ഷെ ഇതുവരെ ഇല്ല. ആ ബോംബിന്റെ ഫോഴ്സ് കൂട്ടാൻ വേണ്ടി അതിൻ്റെ അകത്തിൽ അവൻ ആണി വെച്ചു. എൻ്റെ റീജനറേഷൻ പവർ തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം ഇതുവരെ പണി തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വേറെ എന്തോ ഒരു പ്ലാനും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ വൃത്തികെട്ടവൻ എല്ലാ ഹാഷറാസും ഇങ്ങോട്ട് കൂടുവാണെന്ന് എനിക്ക് തോന്നുന്നു. ആ തന്ത്രശാലിയായിട്ടുള്ള ഉപയോഗിക്ക് സ്വന്തം ജീവൻ കളഞ്ഞ് സ്വനമായിട്ട് ഒരു കരുവായിട്ട് ഉപയോഗിച്ചു. എന്നോടുള്ള വെറുപ്പും വൈരാഗ്യവും എല്ലാം അവൻ്റെ മനസ്സിൽ ഒരു പാമ്പിനെ പോലെ ചുറ്റിക്കൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ കൊലപാതകത്തിൻ്റെ ഇത് അവൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ കാര്യം അറിയായിരുന്നു. ഒന്നോ, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. എൻ്റെ ശരീരം ഞാൻ സമാധാനത്തോടിരുന്ന് റീജനറേറ്റ് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൂസാൻ കിബിക്സുജി അവൻ്റെ ശരീരം റീജനറേറ്റ് ആക്കും. പെട്ടെന്നായിരുന്നു കുറെ ബോളുകൾ പോലെ എന്തൊക്കെയോ സാധനങ്ങൾ പൊങ്ങി വരുന്നു. ഇതൊരു ബ്ലഡ് ഡീമൻ ആർട്ടാണ്. പറയുന്ന സമയത്ത് തന്നെ ആ ബോളുകൾ ഒരു മുള്ളായിട്ട് മൂസാന്റെ ശരീരത്തിൽ തളച്ചു കയറുന്നു. മൂസാൻ അവിടെ നിന്ന് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇത് ആരുടെ ബ്ലഡ് ഡീമൻ ആർട്ടാ? എൻ്റെ ശരീരം ഒന്ന് അനക്കാൻ പോലും സാധിക്കുന്നില്ല. കുഴപ്പമില്ല, എൻ്റെ ശരീരം ചെറുതായിട്ട് അനക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു ആരാണ്ട് വന്ന് മൂസാന്റെ വയറ്റിലിട്ട് കുത്തുന്നത്. ആരാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കാണുന്നത്, തമായോ നിങ്ങളെന്തോ ഇവിടെ ചെയ്യുന്നത്? ഇത് ആരാന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ആ സ്ട്രീറ്റിൽ വെച്ച് ഡീമനാക്കി മാറ്റിയ അവൻ. ഇത് അവന്റെ ബ്ലഡ് ഡീമൻ ആർട്ടാ. ഇവൾ ബ്ലഡ് ഡീമൻ ആർട്ട് യൂസ് ചെയ്തിട്ട് ഇവൾ എന്റെ അടുത്ത് വന്നു. ഇവളുടെ ഉദ്ദേശം എന്താണ്? നീ എന്റെ കൈ അബ്സോർബ് ചെയ്ത് മൂസാൻ. ഡീമൻ തിരിച്ച് മനുഷ്യരാകാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ടായിരുന്നു. നിനക്കിപ്പോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു മരുന്നില്ല എന്ന് മൂസാൻ പറയുന്നു. അങ്ങനെ ഒരു മരുന്നില്ലായിരുന്നു, പക്ഷെ ഞാനത് ഉണ്ടാക്കി മൂസാൻ.
സിറ്റുവേഷനൊക്കെ ഇപ്പൊ ഒരുപാടധികം മാറിയിരുന്നു. മൂസാൻ തമായുടെ കാലിൽ തട്ടിട്ട് മൂസാന്റെ അടുത്തോട്ട് വലിക്കുന്നത്. നീ വളരെയധികം ബുദ്ധിമതിയായിട്ടുള്ള സ്ത്രീയാണ്. നിന്റെ ഉള്ളിലുള്ള വെറുപ്പ് എനിക്കിപ്പോ മനസ്സിലായി. നിന്റെ ഭർത്താവിനെ കുടുംബത്തെ നശിപ്പിച്ചത് ആരാണ്? ഞാനായിരുന്നോ? അല്ല, നീ അവരെ കൊന്ന് തിന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ഡീമൻ ആകില്ലായിരുന്നു. അന്ന് അസുഖം മൂലം ഞാൻ മരിക്കണ്ടായിരുന്നു പറഞ്ഞു. എന്റെ കുട്ടി വളരുന്നത് എനിക്ക് കാണണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും നീ ഒരുപാട് മനുഷ്യരെ കൊന്നില്ലേ? അതെന്റെ തോന്നലാണോ? നീ ഒരുപാട് മനുഷ്യരെ കഴിച്ചിട്ടില്ലേ? അതും എന്റെ തോന്നലാണോ എന്ന് മൂസാൻ കിബിക്സുജി പറയുന്നു. പറഞ്ഞത് ശരിയാണ്, ഞാൻ ഒരുപാട് മനുഷ്യരെ കൊന്നു. അതിന്റെ പ്രായച്ചിത്തമായിട്ട് നീ ഞാനിപ്പോ ഇവിടെ മരിക്കാൻ പോവുകയാണ്. ഗിയു സ്റ്റോൺ ഹാഷിറ, ഇനി നിന്റെ അവസരമാണ് എന്ന് ലളിതമായി ഉറക്കെ പറയുന്നു. മൂസാൻ ഇത് കേട്ടിട്ടൊന്ന് ഞെട്ടുന്നു. നോക്കുന്ന സമയത്ത് ഗിയു ദ സ്റ്റോൺ ഹാഷിറ മാസായിട്ട് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ സാധനം ഉപയോഗിച്ചുകൊണ്ട് മൂസാന്റെ തലയങ്ങ് അടിച്ച് തെറിപ്പിക്കുന്നു. അവന്റെ ശരീരത്തിലെ പകുതി ഭാഗവും തെറിച്ചു പോകുന്നു. ഞാൻ ആദ്യമായിട്ട് മാസ്റ്ററിനെ കാണുന്ന സമയത്ത് മാസ്റ്ററിന് 14 വയസ്സും എനിക്ക് 18 വയസ്സുമായിരുന്നു. മാസ്റ്ററിന്റെ പെരുമാറ്റമൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല മാസ്റ്റർ എന്നെക്കാട്ടി 4 വയസ്സിന് ഇളയതായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നീ ഫൈറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഒരു കൊലപാതകയല്ല. ആ ഒരു സമയത്ത് ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയണമെന്ന് ആഗ്രഹിച്ചതോ അതാണ് മാസ്റ്റർ പറഞ്ഞത്. ഞാൻ കണ്ടുമുട്ടിയപ്പോ മുതൽ ഇന്നേക്ക് വരെ ഇതുവരെ മാസ്റ്ററിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. നീ 5 ദിവസത്തിനുള്ളിൽ മൂസാൻ എന്നെ കാണാൻ വരും. എന്നെ ഒരു കരിവായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ മൂസാനെ ഇല്ലാതാക്കണം. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മൂസാൻ നിങ്ങളെ കാണാൻ വരുമെന്ന് ഇത്രയ്ക്ക് ഉറപ്പ്? അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഉപയോഗിക്ക് കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അവർക്ക് സാമ്പത്തികമായിട്ട് ഉയരാനും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും സാധിക്കും. ബാക്കിയുള്ള കുട്ടികളോട് എന്നെ ഒരു കരുവായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത് പറഞ്ഞത്. ആഗ്രഹം അതാണെങ്കിൽ ഞാനത് സാധിച്ചു തരാമെന്ന് ഗിയോമി പറയുന്നു. വളരെയധികം നന്ദിയുണ്ട് ഗിയോമി. എന്റെ മക്കളാരും മരിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് മാസ്റ്റർ പറയും. മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് മൂസാന്റെ തല വെട്ടിയാലും അവന്റെ തല പിന്നെ അവൻ റീജറേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചോ? രാവിലെ ആകുന്നിടം വരെ അവനെ പിടിച്ചു നിർത്തണം. അവന്റെ ദേഹത്ത് സൂര്യവെട്ടം അടിച്ചാൽ മാത്രമേ നമുക്ക് മൂസാനെ ഇല്ലാതാക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മാസ്റ്റർ ഉപയോഗിച്ച് ഗിയോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വേഗം തന്നെ അവന്റെ ശരീരം അവൻ റീജറേറ്റ് ചെയ്തു. ഞാൻ കണ്ടത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡീമൻ. ഞാൻ രാവിലെ ആകുന്നിടം വരെ അവന്റെ ദേഹത്ത് സൂര്യവെട്ടം അടിക്കുന്നിടം വരെ ഞാൻ ഇവനെ പിടിച്ചു നിർത്തിയിരിക്കും. പെട്ടെന്ന് തന്നെ മൂസൻ അവന്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ സ്റ്റോൺ ആസിഡാണെങ്കിൽ സ്റ്റോൺ ബ്രീത്തിങ് 5th ഫോം വെച്ചിട്ട് അതെല്ലാം അടിച്ച് തെറിപ്പിച്ച് തടയുകയാണ്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് സെൽമി വരുന്നത്. എടാ വൃത്തികെട്ടവനെ, നീ എന്റെ മോസ്റ്ററിനെ കൊന്നു കളഞ്ഞല്ലേ? ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് എല്ലാ ഹാഷ്റാസും വരുന്നത്. എല്ലാ ഹാഷ്റാസും ഒന്ന് പകച്ച് നമ്മുടെ മൂസാനെ നോക്കി നിൽക്കുന്നു. എല്ലാ ഹാഷ്റാസും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നല്ലൊരു പ്ലാനാണെന്ന് മൂസാൻ മനസ്സിൽ ചിന്തിക്കുന്നു. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ടാൻജറോ വരുന്നത്. ടാൻജറോ ഒന്ന് മൂസാനെ നോക്കുന്നു. ഇതാണ് മൂസാൻ കിബിക്സുജി. ഇവന്റെ തല വെട്ടിയാലും ഇവൻ മരിക്കത്തില്ലെന്ന് സ്റ്റോൺ ഹാഷറ അലച്ച് പറയുന്നു. എല്ലാ ഹാഷറാസും ഒന്ന് പകച്ചു പോകുന്നു. എല്ലാ ഹാഷറാസിനും വളരെയധികം ദേഷ്യം വരുന്നു. ഇവനാണ് ആ വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടാൻജറോ ഫുൾ ഫോമിൽ നിൽക്കുന്നു. മിസ്റ്റ് ബ്രീത്തിങ് 5th ഫോം, ഇൻസെറ്റ് ബ്രീത്തിങ് 3rd ഫോം, സർപ്പൻ ബ്രീത്തിങ് 2nd ഫോം എന്ന് പറഞ്ഞിട്ട് എല്ലാ ഹാഷറാസും അവരുടെ ഫോം യൂസ് ചെയ്തിട്ട് നമ്മുടെ മൂസാൻ കിബിക്സുജിനെ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. പെട്ടെന്ന് തന്നെ എല്ലാ ഹാസ്രാസും ടാൻസ്രോയും എല്ലാം ഇൻഫിനിറ്റി ക്യാസിലോട്ട് വീഴുന്നു. എവിടെയോ നിന്ന് ട്രെയിനിങ് ചെയ്തോണ്ടിരുന്ന ഗന്യ, ഇനോസ്കെ, അതുമാത്രമല്ല എല്ലാ ഡീമൺ സ്ലേയേഴ്സും ഇൻഫിനിറ്റി ക്യാസിലോട്ട് വീഴുന്നു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതേസമയം തന്നെ അന്തരീക്ഷത്തിൽ ഒരു വാൾ കിടക്കുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് തന്നെ വളരെയധികം സ്പീഡിൽ ഒരാൾ അത് വന്നെടുക്കുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ സെനിറ്റ്സു ആയിരുന്നു. ഈ തവണ ഉറങ്ങാതെ ഒരു പേടി പോലും ഇല്ലാതെ അങ്ങനെ എല്ലാ ഹാസ്രാസും താരോട്ട് വരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗിയോ ടാൻസ്രോ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ ടാൻസ്രോ ആണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. ടാൻസ്രോ 2 കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ടാൻസ്രോയുടെ മുമ്പിൽ മൂസാൻ കിബിക്സുജി. നിങ്ങളെല്ലാവരും വിചാരിച്ചോ നിങ്ങളെല്ലാവരും എന്നെ തോപ്പിച്ചെന്ന്? നിങ്ങളിപ്പോൾ പോകുന്നത് നരകത്തിലോട്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ടാൻസ്രോ നിന്നിരുന്ന ആ പ്ലാറ്റ്ഫോം അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ടാൻസ്രോ പറയുകയാണ്, ഞങ്ങളെല്ലാം നരകത്തിൽ പോകാൻ പോകുന്നത് നീയോടാ. നിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലടാ മൂസാൻ. ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്ത് കാണിക്കടാ ടാൻസ്രോ. കമാടോ, അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും മൂസാൻ കിബിക്സുജി.
സോ അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അവസാനത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ഇനി സീസൺ 5 അല്ല വരാൻ പോകുന്നത്, ഇനി ഒരു 3 മൂവിയായിട്ടാണ് ഇവർ റിലീസ് ആക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ വരാൻ ഒരുപാടധികം സമയം എടുത്ത് കാണും, കാരണം ഒരുപാടധികം കോപ്പറേറ്റ് എൻ്റെ അണ്ണാക്കിൽ എനിക്ക് അടിച്ചു തരും യൂട്യൂബ്. അതെനിക്ക് 100% ഉറപ്പാണ്. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡ് വരുന്നവരേക്കും ടാറ്റ ബൈ.